So, Indian Army released a notification for technical entry scheme. So, the last date is almost here. നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോ പാത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. So, you guys can see here 10+2 technical entry notification ആയിരുന്നു ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. സോ അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇറ്റ്സ് എ ലാസ്റ്റ് ഡേറ്റ് വീഡിയോ, അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. ഇഫ് യു ഗൈസ് വാണ്ട് ടു നീഡ് മോർ ഇൻഫോർമേഷൻ, ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമന്റ് ബോക്സ് അവിടെ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിലൂടെ പ്രധാനമായിട്ടും ഏജ് ലിമിറ്റ്, അതുപോലെ ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്, ക്വാളിഫിക്കേഷൻ, ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നോക്കാം. കാരണം ലാസ്റ്റ് ഡേറ്റ് അടുത്തിരിക്കുകയാണ്, വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ വി ക്യാൻ സീ ഹിയർ അൺമേരിഡ് ആയിട്ടുള്ള മെയിൽസിന് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10+2 ആണ്. വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സോട് കൂടി ഉണ്ടായിരിക്കണം. അഗ്രിഗേറ്റ് ഓഫ് 60% മാർക്കോട് കൂടി മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ വിഷയത്തിൽ പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓൾസോ യു നീഡ് ടു അപ്പിയർ ദി GMAIN എക്സാമിനേഷൻ 2026. അപ്പിയർ ചെയ്താൽ മതി, അത് പങ്കെടുത്താൽ മതി, ആ ഒരു പരീക്ഷ എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിങ്ങൾ പാസ്സാവണം, അല്ലാതെ ഒരു കോളേജിൽ അഡ്മിഷൻ നേടണം അങ്ങനെയൊന്നും പറയുന്നില്ല. ജസ്റ്റ് അതൊരു എൻട്രൻസ് എക്സാമിനേഷനാണ്, എഞ്ചിനീയറിങ്ങിനുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് ഇതെന്ന് പറയുന്നത്, നീറ്റ് പോലെ തന്നെ. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായാൽ മതി ഇതിന് അപേക്ഷിക്കാനായിട്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇത് അടുത്ത വർഷവും വരും. നിങ്ങൾക്ക് ഈ പറഞ്ഞ യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ, ഇനി പറയാൻ പോകുന്ന ഏജിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വർഷത്തെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്താൽ പറ്റിയില്ല എന്നാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സോ ഇത് വേക്കൻസീസ് 90 വേക്കൻസീസ് ആണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. 16 മുതൽ 19 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാം. ദർ ആർ നോ എക്സാം, നോ അതർ ആക്ടിവിറ്റി ലൈക്ക് മെയിനായിട്ട് ഫിസിക്കലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരുന്നില്ല. പിന്നെ SSB ഇൻ്റർവ്യൂ ഉണ്ടാവും. SSB ഇൻ്റർവ്യൂ ആദ്യം തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നു. അത് നമുക്ക് മുമ്പോട്ട് ചർച്ച ചെയ്യാം. നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് എന്നുള്ളത്. സോ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ തുടങ്ങിയിട്ടുള്ള ഡേറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 13 മെയ് 2026 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 12 ജൂൺ 2026 നമുക്ക് കാണാൻ സാധിക്കും. 12 ജൂൺ ആണ്. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നു, നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, SSB ഇൻ്റർവ്യൂക്ക് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, അതിൽ മെഡിക്കൽ, പിന്നെ മെറിറ്റ് ലിസ്റ്റ് ഇടുന്നു. മെറിറ്റ് ലിസ്റ്റിൽ വരുന്നവർക്ക് ജോയിനിങ് ലെറ്റർ ലഭിക്കും. ആർമീൻ്റെ സ്ഥിരമായിട്ട് ആർമിയിൽ ഒരു ജോലി നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ 5 days ആണ് ഇൻ്റർവ്യൂ വരുന്നത്, SSB ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞിട്ടാണല്ലോ പോകുന്നത്. യു ഗൈസ് ക്യാൻ ഗെറ്റ് 4 year എഞ്ചിനീയറിംഗ് ഡിഗ്രി അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്ത് ചെയ്യും, നിങ്ങൾ അവിടെ പഠിക്കാൻ കയറുമ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 56,100 രൂപ നിങ്ങൾ ഈ പഠിക്കാൻ കയറുന്ന സമയത്ത്, ഈ 4 വർഷത്തെ ഈ ട്രെയിനിങ് സമയത്തുണ്ടല്ലോ, പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏണിംഗ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കൂടിയാണ് ആർമി ഒരുക്കുന്നത്. അത് IML നമുക്ക് കാണാൻ സാധിക്കും. IMLയുടെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ നിന്നാണ് നമുക്കത് ലഭിക്കുന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കായിരിക്കും നിങ്ങൾ ഈ പഠനമൊക്കെ കഴിഞ്ഞ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ലെഫ്റ്റനൻ്റ് ആയിട്ട്, ആർമിയിൽ ലെഫ്റ്റനൻ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. സോ ഇത്ര നേരം നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു 16 മുതൽ 19 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1 ജൂലൈ 2007 1 ജൂലൈ 2010 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത. ആൻഡ് യു ഗൈസ് ഓൾസോ നീഡ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ വിഷയങ്ങൾ 60% മാർക്കോട് കൂടി ഉണ്ടായിരിക്കണം. പിന്നെ GMAIN അപ്പിയർ ചെയ്തിട്ടുണ്ടാകുന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സോ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം GMAIൻ്റെയും പിന്നെ ഇതിൻ്റെയൊക്കെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മാർക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത കൂടുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നല്ല സാലറിയും ആനുകൂല്യങ്ങളൊക്കെ ഉള്ള ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ കയറുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്ക് നിങ്ങൾക്ക് 56,100 മുതൽ 1,77,500 രൂപ വരെ ശമ്പളം ലഭിക്കും. പിന്നെ ഒരുപാട് അലവൻസുകളുണ്ട്. നിങ്ങൾക്ക് ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് എത്ര വർഷം കൂടുമ്പോഴെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 വർഷം കൂടുമ്പോൾ നിങ്ങൾക്ക് ക്യാപ്റ്റനായിട്ട് ഇങ്ങനെ പ്രൊമോഷൻ കിട്ടുന്ന ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അത്. പിന്നെ മിലിറ്ററി സർവീസ് പേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലെഫ്റ്റനൻറ്റ് മുതൽ ബ്രിഗാഡിയർ വരെ. അതായത് ഇതാണ് ലെഫ്റ്റനൻറ്റ് പോസ്റ്റ്, തുടക്കം മുതൽ ബ്രിഗാഡിയർ പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ബ്രിഗാഡിയർ വരെ. ഈ പൊസിഷൻ ഇവിടെയുള്ള സാലറി നിങ്ങൾക്ക് ബേസിക് കാണാൻ പറ്റും 1,39,000 മുകളിലാണ് ഇപ്പം നിലവിലുള്ള പേ കമ്മീഷനിൽ. പുതിയ പേ കമ്മീഷൻ കൂടി വന്നാൽ അത് ഇനിയും കൂടും. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, 15,500 എക്സ്ട്രാ എല്ലാ മാസവും അതും കൂടി ലഭിക്കുന്നുണ്ട്. സാലറിൻ്റെ പുറമെ അതും ലഭിക്കും. അപ്പോൾ ഇതൊക്കെ അലവൻസ് ആണ്. ഇതിൻ്റെ താഴെ പറയുന്നത് ഇതൊക്കെ അലവൻസ് ആണ്. ഇതൊക്കെ യൂണിഫോം അലവൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഡ്രസ്സ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും 20,000 രൂപ അത് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ അലവൻസ് ആണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് വേറെ വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അപേക്ഷിക്കേണ്ട യോഗ്യത, ഏജ് ലിമിറ്റ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. 13 മെയിലാണ് അപേക്ഷ തുടങ്ങിയത്. 12 ജൂൺ വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. പരീക്ഷയില്ല. സോ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് വഴിയാണ് കേട്ടോ നമ്മൾ അപേക്ഷിക്കേണ്ടത്. സോ ഇതാണ് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് www.joinindianarmy.nic.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ എൻ്റർ ആയിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ട് അതിലൂടെ അപേക്ഷിക്കാൻ സാധിക്കും. ഓഫീസർ എൻട്രി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക.
ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ആർമീൻ്റെ വെബ്സൈറ്റ് ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ നോട്ടിഫിക്കേഷൻ ആർമീൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. എല്ലാന്നാണെങ്കിൽ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. സോ അത് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. അവിടെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ജസ്റ്റ് ആ ഒരു വീഡിയോൻ്റെ അടിയിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ അടക്കം കൊടുത്തിട്ടുണ്ട്. സോ ആർമീൻ്റെ വെബ്സൈറ്റിൽ കയറാൻ കിട്ടും. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോൻ്റെ അടിയിൽ കയറിയാലും ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതകൾ എല്ലാവരും തന്നെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. ബാക്കിയുള്ള ഇതുപോലുള്ള അപ്ഡേറ്റിനായിട്ട് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി.